കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ജില്ലയിലൊരു ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഒരു സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ കേരളത്തിലെ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ച് പറയുന്നത് മലയാളി കേട്ടാൽ തന്നെ ഞെട്ടിപ്പോകും. അത്ര ദാരുണമായ ഒരു അവസ്ഥയാണ് കേരളത്തിലെ ഹോട്ടലുകൾ ഉള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലേക്കൊന്ന് കേൾക്കാം. അതായത് ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ജോലിക്കാരെ ശരിക്കും ഹോട്ടലുകളിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പക്ഷെ ഇവിടെ 80% അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൂടാതെ ഒരു ദിവസം വന്ന ജോലിക്കാരനല്ല ഒരു ഹോട്ടലിൽ അടുത്ത ദിവസം തന്നെ കോഴിക്കോട് നടത്തിയ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിലും മറ്റും കണ്ട വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. ഈ വരണ ഹിന്ദിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഈ കടയോട് യാതൊരു ഉത്തരവാദിത്വം ഇല്ല, അവിടെ വരുന്ന കസ്റ്റമറോടും യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അപ്പൊ തോന്നിയ പോലെ ജോലി ചെയ്തിട്ട് ഇവർ താമസിക്കുന്ന താമസ സാഹചര്യം തന്നെ വളരെ ദുർഘടമായ രീതിയിലാണ് ഇവര്, അതായത് കൊച്ചി കുടിസ് റൂമിൽ 10ഉം 20ഉം പേരും താമസിക്കും ഇവര് അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന പെരുമ്പാവൂരൊക്കെ കാണാൻ സാധിക്കും. കോഴിക്കോടുള്ള സംഭവമാണ് ഇപ്പൊ പറയണേ. അതുകൂടാതെ ഒരു 40% പേര് രാത്രിയാവുമ്പോൾ തെരുവ് വേശികളുടെ കൂടെയാണ് അന്തി ഉറങ്ങണേ എന്നുള്ള റിപ്പോർട്ടുകളും അദ്ദേഹം അവിടെ തന്നെ പറഞ്ഞു. അതായത് ഇവർ കുളിക്കില്ല, കൈ കഴുകില്ല, ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ നേരത്തെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി. പിറ്റേ ദിവസം വെളുപ്പിന് 3 മണിയൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും ഹോട്ടലിൽ വന്നിട്ട് പാചകം തുടങ്ങും. പാചകം മുതൽ പാത്രം വൃത്തിയാക്കുന്നത് മുതൽ ക്യാഷിലിരിക്കുന്നവരെ തന്നെ കേരളത്തിൽ ഇപ്പൊ അധികവും ബംഗാളികളാണ്. കുറഞ്ഞ കൂലിക്കാണ് ഇവരെ കിട്ടണേ. പിന്നെ ഹോട്ടൽ ജോലിക്കൊന്നും മലയാളികളെ കിട്ടണില്ല എന്നതും കൂടി കൂട്ടി വായിക്കണം ഇതിന്റെ കൂടെ. പക്ഷെ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നില്ല. ഒരു ഹോട്ടലില് തന്റെ ഹോട്ടൽ ഉടമയോടുള്ള വൈരാഗ്യം മൂലം ഒരു ബംഗാളി മൂത്രം ഒഴിച്ചിടുന്ന വീഡിയോ വൈറലായി. പിന്നെയാണ് ഇതിന്റെ ചെക്കിങ്ങും കാര്യങ്ങളും തുടങ്ങി കഴിയുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നത്. അതായത് പല ബംഗാളികൾക്കും ത്വക്ക് രോഗം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് അദ്ദേഹം. ത്വക്ക് രോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊറിച്ചില്, ചുണങ്ങ്, അങ്ങനെയുള്ള TV പോലുള്ള മാരകമായ അസുഖങ്ങൾ, എയ്ഡ്സ്, അങ്ങനെയുള്ള മാരകമായ അസുഖങ്ങളുള്ളതാണ് ഒരു 40% പേരും ബംഗാളികൾ ഹോട്ടലിൽ പണിയെടുക്കണേ. ഇവർക്കൊന്നും യാതൊരുവിധ ഇവിടെ നിബന്ധനകളോ കാര്യങ്ങളോ ലിമിറ്റേഷനോ ഒന്നുമില്ല. കാലത്തെ വന്ന് പാചകം മുതൽ എല്ലാ ജോലികളും, അതായത് ഇവര് ഒരു പച്ചക്കറി വാങ്ങിച്ചാൽ തന്നെ കഴുകാതെ കട്ട് ചെയ്തിട്ട് ഇവരുടെ പണി എളുപ്പമാക്കിയിട്ട് പെട്ടെന്ന് ചെയ്തു പോകും എന്നാണ് പറയുന്നത്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പൊറോട്ട അടിക്കല് അങ്ങനെയൊക്കെ ഉള്ളത് ഇവര് സിമ്പിളായിട്ട് ചെയ്യും. പക്ഷെ വൃത്തി എന്ന് പറഞ്ഞാൽ ഇവരുടെ നിഘണ്ടുവിലില്ല എന്നാണ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നത് കോഴിക്കോട് നിന്നിട്ട്. ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ കുറഞ്ഞ കൂലിക്ക് നിർത്തിയിട്ട് മലയാളികൾക്ക് എന്താണ് മലയാളി കഴിക്കണേന്ന് പോലും ഇപ്പൊ മലയാളികൾക്ക് അറിയില്ല. കോഴിക്കോടുകാർക്കുള്ള ഭക്ഷണത്തോടുള്ള പ്രിയം മുൻനിർത്തിയാണ് അദ്ദേഹം ഈ ഒരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയത്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും പേടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം മലയാളികളും പുറത്തു നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം. ആ ഒരു ഭക്ഷണത്തിലേക്കാണ്, അതായത് 80% വരുന്ന ബംഗാളികളും പാൻപ്രാഗ്, ഹാൻസ് മുതലായവ ഉപയോഗിക്കുന്നവരാണ്. ആ രീതിയിലുള്ള അസുഖങ്ങളെല്ലാം ഉള്ള ആൾക്കാരാണ് ഈ ബംഗാളികൾ എന്ന് പറഞ്ഞാൽ 80% പേര്. ഹെൽത്ത് കാർഡ് ഇല്ല. അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങളും എല്ലാം കൊണ്ട്, ത്വക്ക് രോഗങ്ങളാണ് ഇവരുടെ മെയിൻ എന്നാ പറയുന്നത്. പക്ഷെ ഇതിനൊരു കടിഞ്ഞാണിടേണ്ട കാലഘട്ടം തന്നെ കഴിഞ്ഞു. വിശ്വസിച്ചൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ കേരളത്തിൽ മലയാളികൾക്കുള്ളത്. പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഫുഡിലെ മായം കലർത്തുകയോ അതുപോലെ ഫുഡിൽ തുപ്പുകയൊക്കെ ചെയ്ത വൻ ശിക്ഷകളാണ് ഇപ്പൊ നിലവിൽ. ഭക്ഷണത്തിൽ തുപ്പിയാൽ തന്നെ 10 കൊല്ലത്തെ ശിക്ഷ വരുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. യാതൊരുവിധ ചെക്കിങ്ങുകളോ, എന്തെങ്കിലും അപകടം സംഭവിച്ച ജസ്റ്റ് ചെക്കിങ് നടക്കും, അതല്ലാതെ ഇവിടെ യാതൊരുവിധ ചെക്കിങ്ങും ഇല്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളില്ല എന്നാണ് വെളിപ്പെടുത്തുന്നത് അദ്ദേഹം. ഒരു കാര്യം ശ്രദ്ധിച്ചോ, മലയാളികളുടെ ഭക്ഷണത്തെ ചൂഷണം ചെയ്ത്, ഭക്ഷണപ്രിയത്തെ ചൂഷണം ചെയ്ത് കേരളത്തിൽ കുറഞ്ഞ ചെലവിൽ വന്ന് ജോലി ചെയ്യുന്ന ബംഗാളികൾ ഒട്ടുമിക്കതും മലയാളികൾക്ക് പണി തരികയാണ് എന്ന് വേണം ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.